അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളിയാഴ്ച. 9 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായത് അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ വാർഷികത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2021 പ്രകടന പത്രികയിൽ 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് അവതരിപ്പിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അപൂർവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KPCCയിൽ പുനഃസംഘടനയുണ്ടാകുമെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുകയാണെന്നും പുനഃസംഘടനയില്ലെന്നും അത്തരമൊരു ചർച്ച ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഉചിതമായ സമയത്ത് നേതൃത്വം അതേക്കുറിച്ച് തീരുമാനിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ പാത തകർന്ന സംഭവം ദൌർഭാഗ്യകരമാണെന്നും ദേശീയപാത അതോറിറ്റി അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. പല പ്രതിസന്ധികളും മറികടന്നാണ് ദേശീയപാത നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നതെന്നും നിർമ്മാണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയിലെ തകർച്ചയിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആരോപണത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ മന്ത്രി റിയാസ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് നടക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തിയിലെ DPRൽ മാറ്റമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണം ഗൌരവകരമാണെന്നും അത് അടിയന്തരമായി അന്വേഷിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വാങ്ങലിനെക്കുറിച്ചടക്കം പരാമർശമുള്ള SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി. CMRൽ നൽകിയ ഹർജിയിലാണ് 4 മാസത്തേക്ക് കൂടി വിലക്ക് നീട്ടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ മേഖലയിൽ നിന്ന് BJP അനുകൂല രാഷ്ട്രീയ പാർട്ടി നിലപാടുമായി പുതിയ പാർട്ടി. കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. കോട്ടയത്ത് ഇന്ന് നടക്കുന്ന സംഘടനയുടെ പ്രഥമ സമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കും. കേരളത്തിലെ വിവിധ വകുപ്പുകളിലെ LDC തസ്തികകളിൽ ആശ്രിത നിയമനം ലഭിച്ചവരുടെ കണക്കെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ഓരോ വകുപ്പിലും 5% വീതം ഒഴിവാണ് ആശ്രിത നിയമനത്തിനായി സംവരണം ചെയ്തിട്ടുള്ളത്. ഈ പരിധിക്കപ്പുറമായി നിയമനം ലഭിച്ചിട്ടുള്ളവരെ താൽക്കാലിക തസ്തിക രൂപീകരിച്ച് അതിലേക്ക് മാറ്റാനായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 5%-ലധികം നിയമനം ലഭിച്ചിട്ടുണ്ടോയെന്ന് അറിയുന്നതിന് കണക്കെടുപ്പ് നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ കൊല്ലം ഏഴുകോണിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു. 10 ഏക്കർ വിസ്തൃതിയിൽ KCAയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് സ്റ്റേഡിയം ഒരുങ്ങുന്നത്. 56 കോടി രൂപ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 25 രാവിലെ 11 ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ശബരിമലയ്ക്ക് സമീപം മാലിന്യം തള്ളുന്നതിനും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ശബരിമല ക്ഷേത്രം. പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ച് 2 ആനകളും ഗർഭിണിയായ ഒരു സംഭർമാനും ചത്തിരുന്നു. മാലിന്യം തിന്നാൻ ആനകൾ കൂട്ടത്തോടെ വരുന്നതായി ശബരിമല ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. മോദി കപട ദേശീയവാദിയെന്ന അവഹേളനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം.
5 വർഷം മുൻപുള്ള വോയ്സ് ഓഫ് വോയ്സ്ലെസ് എന്ന വേടന്റെ ആദ്യകാല പാട്ടിനെതിരെയാണ് NIAക്ക് പരാതി നൽകിയിരിക്കുന്നത്. KSRTCയുടെ റീചാർജ് ചെയ്യാവുന്ന ഡിജിറ്റൽ ട്രാവൽ കാർഡ് വീണ്ടും പ്രാബല്യത്തിൽ. 100 രൂപയാണ് കാർഡിന്റെ വില. 50 രൂപ മുതൽ 2000 രൂപയ്ക്ക് വരെ റീചാർജ് ചെയ്യാം. പൂർണ്ണമായും കൈമാറ്റം ചെയ്യാവുന്ന കാർഡ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉപയോഗിക്കാം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് 1ാം ഘട്ടത്തിൽ കാർഡുകൾ ലഭ്യമാക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിന്റെ ഫോണിലെ ചാറ്റുകൾ പോലീസ് കണ്ടെത്തി. ഇതിൽ സുഹൃത്തായ പെൺകുട്ടിയോട് എന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് ചോദിക്കുന്നതായി പോലീസ് കണ്ടെത്തി. സുഗാന്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഓഗസ്റ്റ് 9 താൻ മരിക്കുമെന്ന് പെൺകുട്ടി മറുപടി നൽകുകയായിരുന്നു. ടെലിഗ്രാമിലൂടെ ഇരുവരും ചാറ്റ് ചെയ്തതാണ് പോലീസ് കണ്ടെത്തിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം കാലവർഷം കേരള തീരം തൊട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്കെറിഞ്ഞ് മൂഴിക്കുളം പാലത്തിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായി വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ മുൻകൂർ ജാമ്യം തേടി ED ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. താൻ നിരപരാധിയാണെന്നാണ് ഹർജിയിൽ ശേഖർ കുമാർ പറയുന്നത്. കേസിൽ പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെയാണെന്നും ഹർജിയിലുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പഴകിയ മത്സ്യം പിടികൂടി. തിരൂരിലും പൊന്നാനിയിലുമാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. പാലക്കാട് മലമ്പുഴ എലിവാലിയിലാണ് വീണ്ടും പുലിയെ കണ്ടത്. ജനവാസ മേഖലയിൽ നിന്നും പുലി വളർത്തുനായയെ പിടിച്ചു. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലിയെത്തി നായയെ പിടികൂടിയത്. കഴിഞ്ഞ 14-ാം തീയതിയിലും ഇവിടെ പുലിയെത്തി നായയെ പിടികൂടിയിരുന്നു. ഈ വർഷം 4ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത്. ഡൽഹി സർവകലാശാലയിൽ വീണ്ടും മുന്നറിയിപ്പില്ലാതെ സന്ദർശനം നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുന്നറിയിപ്പില്ലാതെയുള്ള രാഹുലിന്റെ സന്ദർശനത്തെ വിമർശിച്ച് സർവകലാശാല അധികൃതർ രംഗത്തെത്തി. രാഹുലിന്റെ സന്ദർശനത്തെ അപലപിച്ച സർവകലാശാല സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ രൂക്ഷ വിമർശനവുമായി മകൾ കെ കവിത. BJPക്കെതിരെ കൂടുതൽ ശക്തമായ രീതിയിൽ വിമർശനം നടത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വഖഫ് ബിൽ അടക്കമുള്ളവയിൽ KCRൽ നിന്നും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് കവിത ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ എയർലൈൻസ് വിമാനം അപ്രതീക്ഷിതമായ ആകാശച്ചുഴിയെ നേരിട്ടപ്പോൾ പൈലറ്റ് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പാകിസ്ഥാൻ വ്യോമാതിർത്തി താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുമതി തേടി. അതുവഴി പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ അപേക്ഷ പാകിസ്ഥാൻ നിരസിച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് കടുത്ത പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് നിശ്ചയിച്ച പാതയിലൂടെ തന്നെ യാത്ര തുടരുകയായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ യാത്രാവിമാനത്തിന് വ്യോമപാത നിഷേധിച്ച നടപടിയിൽ പ്രതികരണവുമായി DGCA. പത്താൻകോട്ടിന് സമീപം വെച്ചാണ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് അപകടത്തിലായതെന്നും പാക് അന്താരാഷ്ട്ര അതിർത്തിയിലേക്കും ലാഹോറിലേക്കും പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനാൽ വളരെ അപകടകരമായ സാഹചര്യം ഉണ്ടായതെന്നും DGCA അറിയിച്ചു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.
ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഓപ്പറേഷൻ ത്രാഷിയുടെ ഭാഗമായി ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. 2 ഭീകരർ കൂടി വനമേഖലയിൽ ഉണ്ടെന്നാണ് സുരക്ഷാസേന വ്യക്തമാക്കുന്നത്. ഇന്നലെ കിഷ്ത്വാറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരായ നടപടികൾ ശക്തമാക്കി സുരക്ഷാസേന. കിഷ്ത്വാറിന് പിന്നാലെ ത്രാലിലും സുരക്ഷാസേന തെരച്ചിൽ തുടങ്ങി. പൂഞ്ചിൽ 12 ഇടങ്ങളിൽ സംസ്ഥാന അന്വേഷണ ഏജൻസി പരിശോധന നടത്തി. യുപിയിൽ ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ 2 പേർ പാകിസ്ഥാന്റെ ഇന്ത്യാവിരുദ്ധ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണെന്ന വിവരവും പുറത്തുവന്നു. RSS പ്രവർത്തകനും മധ്യപ്രദേശ് ഹൈക്കോടതി അഭിഭാഷകനുമായ വിനയ് ജോഷി നൽകിയ പരാതിയിൽ കാർട്ടൂണിസ്റ്റ് ഹേമന്ത് മാളവിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇൻഡോറിലെ ലസൂഡിയ സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് കേസ്. ഹേമന്ത് മാളവിയുടെ കാർട്ടൂണുകൾ മതവികാരം വ്രണപ്പെടുത്തുന്നതും RSSനെയും നരേന്ദ്രമോദിയെയും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നാണ് വിനയ് ജോഷിയുടെ പരാതി. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ S-400 പ്രതിരോധ സംവിധാനം ഏറെ സഹായകമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേഗത്തിൽ കൈമാറണമെന്ന് ആവശ്യപ്പെടാൻ അജിത് ഡോവൽ റഷ്യയിലേക്ക് തിരിക്കുന്നത്. രാജ്യത്തെ പൌരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി രാജ്യവ്യാപക ക്യാമ്പയിന് തുടക്കം കുറിച്ച് തുർക്കി. അമിതവണ്ണമുള്ള പൌരന്മാർക്ക് തങ്ങളുടെ വണ്ണം കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് ക്യാമ്പയിന്റെ ഭാഗമായി നൽകുന്നത്. രാജ്യത്തെ പൌരന്മാരിൽ തടിയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇത്തരത്തിലൊരു രാജ്യവ്യാപക ആരോഗ്യ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് 8,500 കോടിയുടെ ധനസഹായം നൽകിയത് എല്ലാ ഉപാധികളും പാലിച്ചതിനാലാണെന്ന് ന്യായീകരണം. വായ്പാ ഗഡു ലഭിക്കുന്നതിന് പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും പദ്ധതി പ്രകാരമുള്ള ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ കൈവരിച്ചിട്ടുണ്ടെന്നും IMF കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജൂലി കൊസാക്ക് വിശദീകരിച്ചു. പാകിസ്ഥാനിൽ ആനകൾക്കിടയിൽ ക്ഷയരോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയതോടെ ആനകൾക്കായി പുതിയ ചികിത്സാമാർഗം വികസിപ്പിച്ചെടുത്ത് ഡോക്ടർമാരുടെയും മൃഗഡോക്ടർമാരുടെയും സംഘം. ക്ഷയരോഗബാധിതരായ മനുഷ്യർക്ക് നൽകുന്ന മരുന്ന് തന്നെയാണ് ആനകൾക്കും നൽകുന്നത്. ഓസ്ട്രേലിയയിലെ തെക്കുകിഴക്കൻ മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 4 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. പ്രദേശത്ത് 3 ദിവസമായി ശക്തമായ മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും കന്നുകാലികൾ ഉൾപ്പെടെ ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിനുള്ളിൽ ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സൂക്ഷ്മാണുവിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 2023 ജൂണിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ ഷെൻഷോ 15 ക്രൂഡ് ദൌത്യത്തിനിടെ ടിയാൻഗോങ്ങിന്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് പുതിയ ബാക്ടീരിയ സ്ട്രെയിനിനെ കണ്ടെത്തിയത്. ഇതിനെ ഔദ്യോഗികമായി നിയാലിയ ടിയാൻഗോൺ ജെൻസിസ് എന്ന് പേരിട്ടു. ഇവ മനുഷ്യന് ഹാനികരമാകുന്നതാണോ എന്ന കാര്യത്തിൽ തുടർ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി ഏർപ്പെടുത്താനുള്ള ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കി. നേരത്തെ പ്രഖ്യാപിച്ച 5% നികുതി എന്നത് 3.5% ആയി കുറച്ചാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പാസാക്കിയിരിക്കുന്നത്. 2026 ജനുവരി 1 മുതൽ പുതിയ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരും. പുതിയ ബിൽ പ്രകാരം ഈ നികുതി US പൌരന്മാരല്ലാത്തവർക്ക് മാത്രമേ ബാധകമാകൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.